ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ ഒരു അവധിയൊക്കെ കഴിഞ്ഞ് ഇന്ന് വീണ്ടും +1 ക്ലാസ്സൊക്കെ ആരംഭിച്ചിരിക്കുകയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ക്ലാസ്സിന്റെ ഇഫ് എന്ന് പറയുന്ന ആ ഒരു പോയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇഫിന്റെ രണ്ടാമത്തെ വീഡിയോ ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇഫിന്റെ ഒരു ഗ്രാഫിക്കലി ഒരു പ്രസന്റേഷൻ ഒക്കെ കാണിച്ചു തന്നു അല്ലേ. ആ പോയത്തിനെ പറ്റിയിട്ട് പ്രസന്റേഷൻ ഒക്കെ കാണിച്ചു തന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി ഞാൻ ഇഫിന്റെ മലയാളത്തിലും ഉള്ള കൃത്യമായ സ്റ്റാൻസ വൈസ് അർത്ഥവും അതുപോലെ എല്ലാ ആക്ടിവിറ്റീസിന്റെ ആൻസേഴ്സും കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ജസ്റ്റ് ഒരു അസൈൻമെന്റ് മാത്രമാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് കേട്ടു നോക്കാം. എക്സ്പ്ലെയിൻ ദ ഐഡിയാസ് എക്സ്പ്രസ്ഡ് ഇൻ ദ ഗിവൺ ലൈൻസ്. If you can force your heart and nerve and sinew to serve your turn, long after they are gone, and so hold on when there is nothing in you except the will which says to them, hold on. ഓക്കെ, അപ്പോൾ സിന്യു എന്താണ്, ഹേർട്ട്, നെർവ്, ഇതിനൊക്കെ പറ്റിയിട്ട് നമുക്ക് ഓൾറെഡി ക്ലാസ്സിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ വീണ്ടും പറഞ്ഞത് വലിച്ചു നിന്നിട്ടേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിന്റെ ഒരു ഇതില് വരികളിലൂടെ എക്സ്പ്രസ് ചെയ്യുന്ന ഐഡിയാസ് അതെന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന്റെ ആൻസർ ഒന്ന് കേട്ടു നോക്കാം അല്ലേ. In if, Kipling imparts advice to his son. In stanza 3, he says that if you take all of your hard earned success and lose them, all because of one risk, you should be willing to start again despite all your failures, because taking chances is a part of life and it is important to step out of your comfort zone once in a while. And should one lose, one must stay self-contained and not feel self-pity or require pity from others, because crying over spilt milk is of no use. The father counsels the son that he should stay persevering and strive for success and never give up even when he is exhausted and only has willpower left in him. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ആൻസർ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ മലയാളം കൂടി ഒന്ന് കേട്ടു നോക്കാം. അപ്പോൾ ടൈപ്പ് ചെയ്തതിന്റെ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കൃത്യമായിട്ട് കേട്ടാൽ മതി കേട്ടോ. എങ്കിൽ എന്ന കവിതയിൽ കിപ്ലിംഗ് തന്റെ മകന് ഉപദേശം പ്രദാനം ചെയ്യുന്നു. സ്റ്റാൻസ 3 നിങ്ങളുടെ കഠിനാധ്വാനം ചെയ്ത വിജയങ്ങളെല്ലാം എടുത്ത് ഒരു റിസ്ക് കാരണം അവയെല്ലാം നഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ പരാജയങ്ങളും അവഗണിച്ച് വീണ്ടും ആരംഭിക്കാൻ നിങ്ങൾ തയ്യാറാകണം. കാരണം അവസരങ്ങൾ എടുക്കുന്നത് ജീവിതത്തിന്റെ ഭാഗമാണ്. അത് പ്രധാനമാണ്. നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് ഒരു തവണ പുറത്തു കടക്കുക. ഒരാൾക്ക് എല്ലാം നഷ്ടപ്പെടുകയാണെങ്കിൽ അയാൾ സ്വയം ഉൾക്കൊള്ളണം. സ്വയം സഹതാപം തോന്നരുത്, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് സഹതാപം ആവശ്യപ്പെടരുത്. കാരണം പിളർന്ന പാലിനെ ചൊല്ലി കരയുന്നത് പ്രയോജനകരമല്ല. തളർന്നു പോകുമ്പോഴും അവനിൽ ഇച്ഛാശക്തി മാത്രം അവശേഷിക്കുമ്പോഴും സ്ഥിരോത്സാഹത്തോടെ തുടരാനും വിജയത്തിനായി പരിശ്രമിക്കണമെന്നും ഒരിക്കലും ഉപേക്ഷിക്കരുതെന്നും പിതാവ് മകനെ ഉപേക്ഷിക്കുന്നു. അപ്പൊ ഇത്രയാണ് അതിലുള്ളത്. അപ്പൊ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.